വ്യൂവേഴ്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ മാലാൻ കട്ട് ചെയ്യുന്നതാണ്. ഈ മാലാൻ്റെ വായൊക്കെ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇരിക്കുന്നത്. പിന്നെ ഈ മീൻ പുഴമാലാനും ഉണ്ട്, കടൽമാലാനും ഉണ്ട്. ഞങ്ങൾക്ക് സുലഭമായിട്ട് കിട്ടുന്നത് കടൽമാലാനാണ്. പിന്നെ വല്ലപ്പോഴും ഒക്കെ പുഴമാലാനും കിട്ടാറുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ മുളകിട്ട് വെക്കാറാണ് സാധാരണ ചെയ്യാറ്. ചില സമയങ്ങളിൽ ഫ്രൈ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. കൂടുതലും മുളകിട്ട് വെക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ അത് കൂടാണ്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മീനിനെ കുറിച്ച് പറയുമ്പോൾ ഇത് കടലിലും ഉണ്ടാവും പുഴയിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ കടലിൽ ഉണ്ടാവുന്ന മത്സ്യക്കുഞ്ഞുങ്ങൾ അത് പുഴയിൽ അഴിമുഖത്ത് ഒക്കെ വന്നടിയാണ്. കടലിൽ ഇത് ഉണ്ടാവുന്നത് പോലെ പുഴയിൽ ഇത് മുട്ട വിരിയാറുണ്ടെന്ന് തോന്നില്ല. കടലിലാണ് കൂടുതലും മുട്ട വിരിയുന്നത്. പിന്നെ അത് പിന്നീട് പുഴയിലേക്ക് ഒഴുകി എത്തുന്നതാണ്. അപ്പോൾ ഈ മീനുകൾ എന്ന് പറഞ്ഞാൽ ഒറ്റൊറ്റയായിട്ടല്ല കാണുന്നത്, കൂട്ടം കൂട്ടായിട്ടാണ് ഈ മീനുകൾ പുഴയിലുണ്ടാവുന്നതായാലും കടലിലുണ്ടാവുന്നതായാലും കൂട്ടത്തോടു കൂടി സഞ്ചരിക്കുന്ന ഒരു മീനാണ്. ആഹാരം എടുക്കുന്നതും കൂട്ടത്തോടെ ആയിരിക്കും. എല്ലാ സാഹചര്യങ്ങളിലും ഒന്നിച്ച് സഞ്ചരിക്കുന്ന ഒരു മത്സ്യമാണിത്. പിന്നെ ഇതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേലോട്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരു ഓക്സിജൻ്റെ ഒക്കെ ലഭ്യത കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇതിന് മുകളിലേക്ക് ചാടുന്നൊരു സ്വഭാവമുണ്ട്. മേലേക്ക് ഇങ്ങനെ കൂട്ടം കൂടി മേലേക്ക് ചാടുന്ന അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഓക്സിജൻ്റെ ഒക്കെ കുറവ് വരുമ്പോൾ മത്സ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ ഉയർന്ന് ചാടുന്നത്. അതിൻ്റെ വേഗത കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത് ഉയർന്ന് ചാടുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അഴുക്ക് നിറഞ്ഞ മലിനജലത്തിൽ നിന്നാണ് ഈ മാല നമുക്ക് പിടിച്ച് ലഭ്യമാകുന്നതെങ്കിൽ, നമുക്ക് കിട്ടുന്നതെങ്കിൽ ഒരിക്കലും അത് ഭക്ഷ്യാവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല. കാരണം അതുവഴി പല അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ, കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വേനൽക്കാലം തുടങ്ങുമ്പോൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നൊക്കെ ശീലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടികൾ കൂട്ടുകാരൊക്കെ ആയിട്ട് പോയി കടലിൽ നിന്ന് മീൻ പിടിക്കുമ്പോൾ നല്ല ഒരു പരിതസ്ഥിതിയിലല്ലാത്ത സാഹചര്യത്തിൽ നിന്നൊക്കെയാണ് പിടിച്ചു കൊണ്ടുവരുന്നതെങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടായി മാറാൻ സാധ്യതയുണ്ട്. ഏറ്റവും നല്ലത് ശുദ്ധമായിട്ടുള്ള ഏരിയയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന, അത് മാലാന് മാത്രമല്ല ഏത് മത്സ്യമാണെങ്കിലും അങ്ങനത്തെ. ഞാനൊക്കെ ഈ മാലാൻ കൂടുതലായിട്ട് കഴിക്കാൻ തുടങ്ങിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമൊക്കെ ഇത് നല്ല എരിയിടുന്ന മീനല്ലേ. അപ്പോൾ ഈ എരിവുള്ളത് കാരണം അധികം കുഞ്ഞു പ്രായത്തിലൊന്നും എനിക്ക് കഴിക്കാൻ ഇതത്ര ഇതുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ എൻ്റെ അമ്മേൻ്റെ അച്ഛന് എന്തുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്കൊരു കശുവണ്ടീൻ്റെ തോട്ടം പാട്ടത്തിനുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചൻ എന്ത് പണിയെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിൽ നിന്ന് കിട്ടുന്ന പിന്നെ കശുവണ്ടി കടയിൽ കൊടുക്കുമല്ലോ, കടയിൽ കൊടുത്ത് കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉണ്ടാവും അമ്മച്ചൻ്റെ കയ്യിൽ. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരുപാട് മീൻ മേടിച്ചു തരും. അതേപോലെ തന്നെ അച്ഛൻ എൻ്റെ കപ്പേൻ്റെ കശുവണ്ടീൻ്റെ ഇടയിലായിട്ട് കപ്പത്തയും കൂടി നടും. അപ്പം കപ്പ ഉണ്ടാവും. ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കും. ഞാനും ഇലയമ്മയൊക്കെ ആയിട്ട് ഇരുന്ന് കഴിക്കും. പിന്നെ അച്ഛൻ്റെ കൂടെ കഴിക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യുക, കഞ്ഞി വെള്ളത്തിൽ, എനിക്ക് എരിയും കഴിക്കാൻ പേടിയാണല്ലോ, അപ്പം അച്ഛൻ കഞ്ഞി വെള്ളത്തിൽ മുക്കിയിട്ട് കയ്യിൽ തരും. അപ്പം അങ്ങനെ കഴിക്കും. അപ്പോൾ അങ്ങനെ കഴിച്ച് പിന്നെ ഈ കപ്പയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടമാവാൻ തുടങ്ങി. പിന്നെ അത് കഴിക്കാറുണ്ട്. അങ്ങനെയാണ്. ആദ്യം എരിയില്ലാതെ ഇതിനത്ര ഒരു ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. എരിയുള്ള പിന്നെ കുരുമുളക് അരച്ച് അങ്ങനെ കറി വെക്കുമ്പോഴാണത് കുറച്ചും കൂടി നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുക. അത് കപ്പയുടെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ കപ്പ തിരഞ്ഞെടുക്കുമ്പോഴും ശ്രദ്ധിക്കാനുണ്ട്. വെള്ളം കയറിയ കപ്പയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ടേസ്റ്റ് ഒന്നും കിട്ടാനുള്ള സാധ്യതയൊന്നുമില്ല. പിന്നെ 2 തരത്തിലാണ് കപ്പ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അമ്മച്ചൻ ഉണ്ടാക്കിയിരുന്നത് കപ്പ കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അമ്മച്ചനാണെങ്കിലും 3 കിലോ 4 കിലോ വെയിറ്റുള്ള കപ്പയും ഉണ്ടാവും. അതുപോലെ തന്നെ കൊള്ളിക്കിഴങ്ങിൻ്റെ രൂപത്തിലുള്ള നീളത്തിലുള്ള കൊള്ളി പോലെയുള്ള കിഴങ്ങുകളും ഉണ്ടാവും. അപ്പോൾ ഇതിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് കൊള്ളിക്കിഴങ്ങാണ് കേട്ടോ. പിന്നെ മറ്റേ കിഴങ്ങാണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ കൊണ്ടുവന്ന ശേഷം ചെറുതായി കട്ട് ചെയ്ത കപ്പ അടുപ്പിൽ വെച്ച് വേവിച്ച് അതിലുള്ള വെള്ളം ഊറ്റിക്കളയണം. ഇല്ലെങ്കിൽ അതോടുകൂടി വെക്കുകയാണെങ്കിൽ കയ്പ്പ് രസം കൂടുതലുണ്ടാകും. അപ്പോൾ അതിൻ്റെ വെള്ളം നിലനിൽക്കാത്ത രീതിയിൽ വേണം അത് ഊറ്റിക്കളയാൻ വേണ്ടി. അങ്ങനെ കളഞ്ഞ ശേഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലേക്ക് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കുക, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നേരം അടച്ചു വെച്ച് വെള്ളം വെക്കുക. വെന്ത് കഴിഞ്ഞ ശേഷം
അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചിലവർ, ഞങ്ങളിവിടെ വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കാറുള്ളൂ. ചിലവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കടുക് കാച്ചി എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാറാണ്, കറിവേപ്പിലയും ചേർത്ത് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാറാണ്. പക്ഷേ ഞങ്ങളിവിടെ വെളിച്ചെണ്ണ മാത്രമേ ചേർക്കാറുള്ളൂ. വെളിച്ചെണ്ണ ചേർത്ത ശേഷം അത് നന്നായി ഉടച്ചെടുക്കുക. നല്ല രീതിക്ക് ഉടച്ചെടുത്തിട്ട് ആണ് ഈ പറഞ്ഞ പോലെയുള്ള പുഴമീനിൻ്റെ കൂടെയും പിന്നെ ഇരുമീൻ, കരിമീൻ അങ്ങനെയുള്ള മീനും ഒക്കെ ഉപയോഗിച്ചിട്ട് കഴിക്കുന്നത്. അല്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ഒരു കപ്പ പുഴുങ്ങിയെടുക്കുന്നതും ഇതും മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ എത്രത്തോളം ടേസ്റ്റ് കിട്ടും എനിക്കറിയില്ല. ഈ രീതിയിൽ ചെയ്തിട്ട് മീനുമായിട്ട് കഴിക്കുമ്പോൾ നല്ല ഒരു ഇത് കിട്ടും. പിന്നെ ഞങ്ങളുടെ ഇവിടെയൊക്കെ മാലാങ്കറി വെക്കുന്ന ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ്. എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാൻ ആദ്യം അടുപ്പിൽ വെക്കുക. എന്നിട്ട് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഈ 4 പൊടികൾ ചേർത്ത് നന്നായി വഴറ്റി അതിനെ പച്ചമണം മാറ്റുന്നവരെ വഴറ്റിയ ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മാലാനിലേക്ക് ഈ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് നന്നായി പുരട്ടി കൊടുത്ത് അല്പനേരം അത് പിടിക്കാൻ വെക്കുക. അതിലേക്ക് തന്നെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ തക്കാളി, ഉള്ളി, ഇത് 4 ചെറുതായി ചെത്തി എരിഞ്ഞു കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ അതോടൊപ്പം പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക, പുളിവെള്ളം പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഞങ്ങൾ വടക്ക് ഭാഗത്തുള്ളവർ വാളംപുളിയാണ് ചേർക്കാറുള്ളത്, മറ്റ് ഭാഗങ്ങളിൽ വേറെ പുളിയാണ് ചേർക്കാറുള്ളത്. അപ്പോൾ അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം ചേർത്ത് അടുപ്പിൽ വേഗം വെക്കുക. വെന്ത ശേഷം പാൻ വെച്ച് അതിൽ ഉള്ളി ചൂടാക്കി ഉള്ളി കാച്ചി ഈ ഉണ്ടാക്കിയ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനീ പറഞ്ഞ ഞങ്ങൾ ഉണ്ടാക്കി വരുന്ന കറീൻ്റെ ഒരു ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, താല്പര്യമുള്ളവർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പറ്റുമെങ്കിൽ ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ. വ്യൂവേഴ്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ മാലാൻ കട്ട് ചെയ്യുന്നതാണ്. ഈ മാലാൻ്റെ വായൊക്കെ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇരിക്കുന്നത്. പിന്നെ ഈ മീൻ പുഴമാലാനും ഉണ്ട്, കടൽമാലാനും ഉണ്ട്. ഞങ്ങൾക്ക് സുലഭമായിട്ട് കിട്ടുന്നത് കടൽമാലാനാണ്. പിന്നെ വല്ലപ്പോഴും ഒക്കെ പുഴമാലാനും കിട്ടാറുണ്ട്.